ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അരുൺ. ഞാനും ഒരു ചെറിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പക്ഷേ റിയാക്റ്റിൽ കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഒരു ചെറിയ ഐഡിയ ഉണ്ട് റിയാക്റ്റിനെ പറ്റിയിട്ട്. സോ ഞാൻ വിചാരിച്ചു കുറച്ച് ഐഡിയാസ്, കുറച്ച് നോളജൊക്കെ ഷെയർ ചെയ്യാം. സോ നിങ്ങൾക്ക് വളരെ അത് യൂസ്ഫുള്ളായിരിക്കാം എന്ന വിശ്വാസത്തോടു കൂടി ഞാനത് ആരംഭിക്കുകയാണ്. സോ നോർമലി റിയാക്ട് ജെഎസ്, അതിനെപ്പറ്റി നിറയെ ഇൻട്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ വളരെ ആവശ്യമാണ്. സോ അങ്ങനെ നോക്കണമെങ്കിൽ റിയാക്ട് ജെഎസ് എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം? പക്ഷേ അതൊക്കെ ഒരു വലിയ ബോറിംഗ് ആയിട്ട് തോന്നും തുടക്കം തന്നെ. സോ ഇത് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ എളുപ്പ വഴി എന്ന് പറയാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു ചെറിയ റിയാക്റ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം. എനിക്കറിയാം നിങ്ങൾക്ക് ബേസിക്സ് കാര്യമായിട്ടൊന്നുമില്ല, കുറേ ഡൗട്ട് ഉണ്ടാവും. റിയാക്റ്റ് ജെഎസ് കോഡ് കാര്യമായിട്ട് അറിയില്ല. സോ നിങ്ങളതൊന്നും ഓർത്ത് വളരെ പേടിക്കണ്ട. സോ ആരും വെറി ചെയ്യേണ്ട. കോഡ് അറിയില്ല, ബേസിക്സ് ഇല്ല, വളരെ കൺഫ്യൂഷൻസാണ്, കുറേ കൺഫ്യൂഷൻസൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ പോകെ പോകെ എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ്. സോ ഈ റിയാക്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ഓൺലൈൻ ടൂളിൻ്റെ ഹെൽപ്പ് തേടാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് താഴെ കാണുന്ന ഇത് ലിങ്ക് ഇത് ബ്രൗസറിൽ ഹിറ്റ് ചെയ്യുക. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ലിങ്ക് GO.gl/T6Z Q9Q എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത് കോഡ് പെൻ എന്നൊരു ടൂളാണ്. ഇത് ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഈ ടൂൾ നമ്മൾ കോഴ്സ് പ്രോഗ്രസ് എന്ന് വെച്ചാൽ ഇപ്പോൾ കോഴ്സ് കഴിയുന്തോറും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടൂള്. സോ ഇതിന് വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് 3 പാനലുകൾ കാണാൻ പറ്റുന്നത്: HTML, CSS, JavaScript. സോ നമുക്ക് റിയാക്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു ലൈബ്രറി, റിയാക്റ്റ് ആക്ച്വലി ലൈബ്രറിയാണ്, അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ. അതിന് വേണ്ടിയിട്ട് ഈ മുകളിൽ കാണുന്ന സെറ്റിങ്സ് ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പെൻ സെറ്റിങ്സ് എന്നൊരു മോഡൽ വരും. മോഡൽ വിൻഡോ അതിൽ HTML, CSS, JavaScript, ബിഹേവിയർ 4 ടാബുണ്ട്. സോ JavaScripറ്റിൽ പോയിട്ട് നമ്മുടെ റിയാക്റ്റ് സെർച്ച് ചെയ്യുക. ലൈബ്രറി ആണല്ലോ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് സെർച്ച് ചെയ്യുക. സോ ഇവിടെ റിയാക്റ്റ് ടൈപ്പ് ചെയ്ത 2 പേരുണ്ട്, റിയാക്റ്റും റിയാക്റ്റ് ഡോമും വരുന്നുണ്ട്. ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്തൊക്കെയാണ് റിയാക്റ്റ് ഡോം, റിയാക്റ്റ് എന്നാൽ എന്താ, അതൊക്കെ പോകെ പോകെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റാണ്. സോ ഈ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ കയ്യിൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം റിയാക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ റിയാക്റ്റ് ടൈപ്പ് ചെയ്ത് റിയാക്റ്റ് ഡോമും അത് ആഡ് ചെയ്യണം. ഈ 2 ലൈബ്രറി നമ്മുടെ പ്രോജക്റ്റിൽ, നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ. സോ അതിനു വേണ്ടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റിയാക്റ്റും റിയാക്റ്റ് ഡോമും ചൂസ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. സോ നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഓൾറെഡി ഈ 2 എക്സ്റ്റേണൽ ലൈബ്രറി നമ്മൾ ആഡ് ചെയ്തു. സോ
ഇനി നമ്മൾ ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 പാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ പറ്റും. HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ചെറിയ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ ഫംഗ്ഷൻ ഇതേപോലെ യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ ഇതിലൊരു മാറ്റം വരുത്തുണ്ടാവും. ഇപ്പോൾ അതാരും ഡിലീറ്റ് ചെയ്യാൻ വേണ്ട, അതങ്ങ് തട്ടിക്കട്ടെ. ഇപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് റിയാക്ട് കോഡ് യൂസ് ചെയ്യാൻ പോകുന്നു, അതിലൊരു ചെറിയ ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് റിയാക്ട് കോഡ് ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും കൺഫ്യൂസ് ആവേണ്ട, ആരും പേടിക്കാൻ വെറി ചെയ്യൊന്നും വേണ്ട. നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ കോഡ് ടൈപ്പ് ചെയ്യും. ഫസ്റ്റ് ഞാനിവിടെ ക്ലാസ് യൂസ് ചെയ്യുന്നു. എക്സ്റ്റെൻസ് component. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നോർമൽ ഒബ്ജക്റ്റ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇനിയും 2 ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റൈൽ 1 അതൊരു എംപ്റ്റി ഒബ്ജക്റ്റാണ്. സ്റ്റൈൽ 2 ഇതും ഒരു എംപ്റ്റി ഒബ്ജക്റ്റാണ്. ശേഷം താഴെ ഞാൻ റെൻഡർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. റെൻഡർ റിട്ടേൺ തൽക്കാലം ഞാൻ ഡിവ് റിട്ടേൺ ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡിവ് ക്ലാസ് നെയിം ഈക്വൽ ടു പാനൽ. സ്റ്റൈൽ ഞാൻ കൊടുക്കുന്നു ഈക്വൽ ടു ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് സ്റ്റൈൽ 1. ശേഷം ഈ ഡിവ് ഞാൻ ക്ലോസ് ചെയ്യും. സോ ഇതേപോലെ അടുത്തൊരു ഡിവ് ഞാൻ യൂസ് ചെയ്യും. ഡിവ് ക്ലാസ് നെയിം ഈക്വൽ ടു പാനൽ സ്റ്റൈൽ ഈക്വൽ ടു ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് സ്റ്റൈൽ 2. ഞാൻ ഡിവ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഡിവ് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ റെൻഡർ മെത്തേഡുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പോകുന്നു. അതാണ് ഓൺ മൗസ് മൂവ് ഞാൻ യൂസ് ചെയ്യും. സോ ഇവിടെ ഞാൻ ഓൺ മൗസ് മൂവ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പോകുന്നു. ഞാൻ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ആരോ ഫംഗ്ഷൻ നിങ്ങൾ ES6 അല്ലെങ്കിൽ ES2015 റെഫർ ചെയ്താൽ ആരോ ഫംഗ്ഷൻ്റെ ഒരു ഐഡിയ കിട്ടും. ഇല്ലെങ്കിൽ ഞാനത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷനാണ്. ഓൺ മൗസ് മൂവ് ശേഷം ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് അതിൽ
ഫംഗ്ഷൻ വിളിക്കുന്നു മൈനസ് ഇവൻറ്റ് ഡോട്ട് ക്ലൈൻറ്റ് എക്സ് ഡിവൈഡ് ബൈ ഇവൻറ്റ് ഡോട്ട് ക്ലൈൻറ്റ് ക്യാപിറ്റൽ വൈ. സോ ഇവിടെ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും യൂസ് ചെയ്യുക. അതേപോലെ അടുത്തൊരു ഇൻജക്റ്റായിട്ട് പ്രോപ്പർട്ടി ആയിട്ട് സ്റ്റൈൽ ടു ഞാൻ യൂസ് ചെയ്യുന്നു. ട്രാൻസ്ഫോം ഇവൻറ്റ് ഡോട്ട് ക്ലൈൻറ്റ് എക്സ് ഡിവൈഡ് ബൈ ഇവൻറ്റ് ഡോട്ട് ക്ലൈൻറ്റ് ഐ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ റെൻഡർ മെത്തേഡിൽ ഇവിടെ റെൻഡർ യൂസ് ചെയ്യുന്നു. സോ ഈ ഡിവിൽ നമ്മൾ ഒരു ആട്രിബ്യൂട്ട് പോലെ ഓൺ മൗസ് മൂവ് this dot on mouse move choose ചെയ്യും. ശേഷം ക്ലോസ് ചെയ്യും. ഡിവ് ക്ലോസ് ചെയ്യുക. അറ്റ് ലാസ്റ്റ് ഇനി റിയാക്ട് ഡോം യൂസ് ചെയ്ത് നമ്മുടെ HTML-ലേക്ക് ഈ കമ്പോണൻറ്റ് ലോഡ് ചെയ്യുക. റിയാക്ട് ഡോം ഡോട്ട് റെൻഡർ സോ ഇവിടെ ഫസ്റ്റ് എൻ്റെ കമ്പോണൻറ്റ് സ്ലാഷ് query selector ID root. ഓക്കെ. സോ ഞാനിവിടെ കുറച്ച് റിയാക്ട് കോഡ്സ് കുറച്ച് എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കൊന്നും കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, നിറയെ ഡൗട്ട് ഉണ്ടാവും, നിറയെ കൺഫ്യൂഷൻ ഉണ്ടാവും. സോ അതെല്ലാം ഇപ്പോൾ വിടാം. അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനുശേഷം HTML പാനലിൽ പോയിട്ട് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യുക. ഡിവ് ID റൂട്ട്. CSS-ൽ കുറച്ച് നമ്മൾ CSS യൂസ് ചെയ്യാം ഇപ്പോൾ തൽക്കാലത്തേക്ക്. 100 VH width 100 VH അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ക്ലാസ് ഉണ്ട് പാനലിൽ നിന്ന്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊസിഷൻ CSS-ലേക്ക് ആഡ് ചെയ്യാം. ക്ലാസ്സിലേക്ക് പൊസിഷൻ ആപ്സിലോട്ട് കൊടുക്കാം. ബോക്സ് ഷാഡോ നമുക്ക് ഒരു 50 പിക്സൽ കളറ് ഗ്രേ തൽക്കാലം ഇത് കൊടുക്കാം. ഇനി ഇവിടെ താഴെ കാണുന്ന അസറ്റ്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ നിറയെ ഡിസൈൻ പാറ്റേൺസും കളർ ഫോട്ടോസ് പാറ്റേൺസ് ഐക്കൺസ് എല്ലാം ഫോൺസ് എല്ലാം ഉണ്ടാവും. പാറ്റേൺസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ ഇവിടെ ചൂസ് ചെയ്യുക. ഏതെങ്കിലും ഇപ്പോൾ ഒരു ഡെമോ പർപ്പസിന് ഞാൻ തൽക്കാലം ആദ്യം തന്നെ ചൂസ് ചെയ്യുന്നു. സോ അത് കോപ്പി ആയിട്ടുണ്ട് പാറ്റേൺ. ഇവിടെ പേസ്റ്റ് ചെയ്യുക. Ctrl+V. ഓക്കെ.
സോ നമ്മൾ ഇപ്പോൾ ജാവ സ്ക്രിപ്റ്റിൽ റിയാക്ട് കുറച്ച് കോഡ് എഴുതി. ആ കോഡിന് ആസ്പദമാക്കി കുറച്ച് CSSഉം പിന്നെ ഒരു HTML ID ക്രിയേറ്റ് ചെയ്തു. ആ ID യൂസ് ചെയ്ത് റിയാക്ട് നമ്മൾ ആ കമ്പോണൻ്റ് ലോഡ് ചെയ്യുന്നു നമ്മൾ HTMLക്ക്. ആ ഒരു കോഡാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇത് സോ നമ്മൾ പറഞ്ഞു നിർത്തി വെച്ചാൽ ഫസ്റ്റ് റിയാക്ട് എന്നാൽ എന്ത്, അത് പക്ഷേ നമ്മൾ തുടങ്ങിയില്ല, ബിക്കോസ് അത് ബോറിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഒരു ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തുടക്കം തന്നെ. അതിനുശേഷം നമ്മൾ കോഡ് പെൻ യൂസ് ചെയ്തു. ഇപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ കോഡ് പെൻ യൂസ് ചെയ്തു. ആ കോഡ് പെൻ യൂസ് ചെയ്ത് നമ്മൾ കുറച്ച് റിയാക്ട് ജാവ കോഡ് എഴുതി. ഫസ്റ്റ് നമ്മൾക്ക് റിയാക്ട് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം കുറച്ച് കോഡ് എഴുതി. അതിന് ആസ്പദമാക്കി CSS എഴുതി. ഒരു HTML ID ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സോ നമ്മളിവിടെ മെൻഷൻ ചെയ്ത മാതിരി കോഡ് പെൻ ടൂൾ യൂസ് ചെയ്തു. നമ്മൾ കുറച്ച് കോഡ് എഴുതി. നമുക്ക് അതിൻ്റെ വിഷ്വലൈസേഷൻ നോക്കാം. സോ ഇതാണ് നമ്മൾ എഴുതിയ കോഡ്. അതിൻ്റെ പാനൽ കുറച്ച് CSS എഴുതി, പാനൽ ഡിവ്, അതിനുശേഷം ഒരു ID ക്രിയേറ്റ് ചെയ്ത് HTML. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു വിഷ്വലൈസേഷൻ മാത്രമാണ്. ഇതിനൊരു ID ഇല്ല, ഇതിൻ്റെ ഗോളൊന്നുമില്ല, ചുമ്മാ ഒന്ന് ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രം. സോ ഒരു കാര്യം ഉറപ്പാണ്, ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ധാരാളം ഡൗട്ട് ഉണ്ടാകും. ഈ കോഡ് കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഡൗട്ട് ഉണ്ടാകും. സോ അത് നമ്മൾ പോകെ എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ്.